ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ കയ്യിൽ ബാക്കി വരുന്ന ബാലൻസ്, അതായത് കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന പീസ് ഉണ്ടാവില്ല, ഇതുപോലത്തെ പീസ് എന്നുണ്ടെങ്കിൽ ഇനി കളയണ്ട. നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ ചീർപ്പ് അങ്ങനെ എന്തെങ്കിലും കുത്തി വെക്കുക, എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു കബോർഡിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം അവിടെ വെച്ചാൽ മതി. ഞാൻ വിചാരിച്ചതാ ഇതുപോലെ ചീർപ്പാ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാം. നമുക്ക് എന്താണ് സൂട്ടാകുന്ന അത് ഇട്ട് വെക്കാന്നുള്ള ഇത് ഉദ്ദേശത്തിലാണ് തയ്ച്ചെടുത്തത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 20 ഇഞ്ച്, 6 ഇഞ്ച് അങ്ങനെ ഒരു പീസ്. പിന്നെ ഇത് നമുക്ക് കവർ ചെയ്യാൻ, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ള അത് എടുക്കാം. ഞാനിതിപ്പോൾ അടിയിൽ ലൈനിങ് പോലെ യൂസ് ചെയ്യാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ഇതൊരു 10 ഇഞ്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഒരു ഇവിടെ മടക്കി തയ്ക്കാനുള്ളതാണ്. അത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാനിത് കട്ട് ചെയ്ത് കളയണ്ടെന്നുള്ള രീതിയിൽ അത്ര എടുത്ത് ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഒരു ലെയർ ഇത് അടിയിലത്തെ കുറച്ച് ചെറുത് ഇങ്ങനെ വെക്കാനുള്ളതാണ് സംഭവം. മനസ്സിലായ? അത് നിങ്ങൾക്ക് നീളം എത്ര വേണം അതനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. വലിയ പണിയൊന്നുമില്ല. ഇത് ബാക്കി വരുന്ന തുണിയില്ല, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അതിന് മുന്നേ തയ്ക്കുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു 1.5 ഇഞ്ച് താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കോണ് പോലെ വരച്ചെടുക്കാം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അതേപോലെ ഇതും ചെയ്യണം, ഇതേപോലെ തന്നെ ഇതും ചെയ്യണം. ആദ്യം നമുക്കിത് ഇവിടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഞാൻ ആകെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങളുടെ അടുത്ത് എത്രയോ തുണിയുള്ള അതനുസരിച്ചിട്ട് മടക്കി തയ്ച്ചാൽ മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് തുണി ഉള്ളതുകൊണ്ട് അങ്ങനെ അത്രയും രീതിയിൽ ഇങ്ങനെ മടക്കി തയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പീസ് ഡബിളായിട്ട് വേണമെങ്കിൽ ഡബിളായിട്ട് വെക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഡബിളായിട്ട് അങ്ങനെ ചെയ്യാം. തുണി എങ്ങനെയാണ് ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ പിന്നെ തുണിയൊന്നും കളയണ്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഓരോന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. മനസ്സിൽ ഓരോന്ന് തോന്നും, അന്നേരം അത് ഓരോന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇതിങ്ങനെ മേലെ എൻഡിൽ വെച്ചു ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് വെക്കണം. ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് വെക്കുക. 1/2 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ച് താഴോട്ടാക്കിയിട്ട് വെക്കണം. കാരണം ഇത് ലൈനിങ് വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് തയ്ക്കണം. അപ്പോൾ 1/2 ഇഞ്ച് താഴ്ത്തി വെക്കണം. ഓക്കെ, ഇങ്ങനെ വെക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇത് വെക്കുക. ഇവിടെ കണ്ട 1 ഇഞ്ച് ഞാനിങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് 1 ഇഞ്ച് അത് ഇനി കണക്കായിട്ട് വെച്ച് കൊടുക്കുക.
മറ്റൊരു ടൈപ്പ്, വേറൊരു ടൈപ്പും കൂടി ഉണ്ട് ഇത്. അതായത് ഇതിപ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലാതെ ഇവിടെ വെച്ചടിച്ചിട്ട് ഇങ്ങനെ വെച്ചടിക്കാം. അപ്പോൾ ഇവിടെ ഈ തുണി ഉണ്ടാവില്ല, അങ്ങനെയും ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ ഇടാം അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം അതായത് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ളതാ. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, മേലോട്ടാക്കുക. അപ്പോൾ ഇനി ഇത് ഇന്നിങ്ങനെ പോട്ടെ, അടുത്തത് ഞാൻ വേറെ വീഡിയോ എടുക്കാം. ഇത് ഞാൻ ചെറുതാട്ടാ വെക്കുന്നത്, ഈ ഒരു ഭാഗം ചെറുതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഒരേ അളവിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു താഴത്തെ പോർഷന് ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിങ്ങനെ എന്താ വേണമെന്നൊക്കെ ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിവിടെ ഒരു വള്ളി പോലെ വെക്കണം. ബാലൻസ് വരുന്ന തുണികൾ ഉണ്ടാവില്ല, ഇങ്ങനെ കൊച്ചു കൊച്ചു പീസ്, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യുക, അല്ലാതെയും തയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ. വെറുതെ കളയുന്ന തുണിയെല്ലാം ഉണ്ടാവില്ല, അത് വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി. തയ്ച്ചു കൊടുക്കാനാ. ഈ പീസ് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതൊരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കുക, അതേപോലെ ഇവിടെ മടക്കുക. സൂചി ഇവിടെ ഇങ്ങനെ നിർത്താം. ഇവിടെ സൂചി ഇങ്ങനെ നിർത്താം, എന്നിട്ട് തിരിച്ചിങ്ങോട്ട്. ഇനി നമുക്ക് കൊണ്ട് ഇങ്ങനെ തിരിച്ചിടാം. തിരിച്ചിട്ടു. ഇനി ഇതപ്പം ഇവിടെ കണ്ടില്ല, ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഓപ്പൺ ആയിപ്പോയില്ല.
സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.